ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ചരിത്രവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം 7ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ വായിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ഇതുപോലെ ഒരു ജനപ്രതിനിധിയാവാനും ജനങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ശേഷി, അതിനുള്ള ശക്തി, ധൈര്യം ഒക്കെ ലഭിച്ചത് ഈ ഒരൊറ്റ വായനയിലൂടെ ആണ്. അപ്പോ വായന ഒരു മനുഷ്യനെ നമ്മുടെ പ്രതിസന്ധികൾ നേരിടുന്നത് അതിന് കഴിവുകളാക്കി തീർക്കുന്നത്, ആ ഒരു കഴിവ് ആർജിക്കുന്നത് ഈ ഒരു വായനയിലൂടെയാണ്. അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ പോയി. നമ്മളിപ്പം സാധാരണ പറയുന്നത് നോവൽ, കഥ എന്നൊക്കെയാണ് സാഹിത്യം എന്ന് പറയുമ്പോൾ, നോൺ ഫിക്ഷൻ. പക്ഷെ പലരും വിചാരിക്കുന്നത് അതൊക്കെ ഒരു കഥയുടെ രൂപത്തിൽ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നോവൽ എന്ന് പറയുന്നത് അതിന് ജീവിതമുണ്ട്, ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, ജാതീയവും മതപരവുമായിട്ടുള്ളതിന്റെ ജീവിത രീതികളുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ഒരു സാഹിത്യ മേഖലയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ ചരിത്രത്തെ അത് നോവലിലൂടെയോ ചെറുകഥകളായോ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. എന്താ ചോദിച്ചേ? വായന ഒരു പ്രത്യേക സമയമില്ല. നമുക്ക് കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനോട് നമുക്ക് അത് വായിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്നുള്ള ഒരു നമുക്ക് അതിനൊരു വല്ലാത്തൊരു അഭിമാനിക ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വായനയെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള 1000-ഓളം പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അതുകൂടാതെ ലൈബ്രറികളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടി വായിക്കാറുണ്ട്. കാറ്റഗറി എന്ന് പറയുമ്പോൾ ചരിത്രം, നോവൽ, ചെറുകഥ, കവിത, ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, അതുപോലെ ഉപന്യാസങ്ങൾ, അങ്ങനെ നിരവധി മതപരമായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഒക്കെ വായനയുടെ ഭാഗമായി കൊണ്ടുവരാം. അതിപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളൊരു എണ്ണി വായിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവില്ല. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളുമില്ലേ, നമ്മൾ അതിനൊക്കെ കണക്ക് വെക്കാറില്ല. ഒന്നും കണക്ക് വെക്കൂല. നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കുറേ വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളെല്ലാം ഉണ്ടാകും. നമുക്ക് അതിനോട് ഭയങ്കര എല്ലാത്തൊരു വിമുഖതയായിരിക്കും, നമുക്ക് ചെയ്യാൻ വഴിയായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ നമ്മൾ കണക്ക് വെക്കും. അത് ഇത്ര ചെയ്തു, അത്ര ചെയ്തു, ഇത്ര പേപ്പർ ചെയ്തു അല്ലെ. നമ്മൾ പഠിക്കാൻ പറയില്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറയില്ലേ, പഠിക്കാൻ പറയുമ്പോൾ എന്താ പറയല്, ഞാൻ അത്രയും പഠിച്ചില്ലേ, ഇത്ര സമയം പഠിച്ചില്ലേ പറയുമോ, പറയില്ലേ. എന്തുകൊണ്ടാണത്? നമുക്ക് അതിനോട് വേണ്ടത്ര താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അളവുകൾ വെച്ച് അളക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ താല്പര്യത്തോടെ ചെയ്യുമ്പോൾ നമ്മള് അതിനെ അളവുകൾ വെച്ച് അളക്കുന്നേയില്ല. നമ്മുടെ താല്പര്യത്തോടെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിലുള്ള ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുമ്പോൾ വളരെ ക്രിയാത്മകമായി നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പുസ്തകങ്ങൾ കഴിയുമ്പോൾ ഒരു പുസ്തകത്തെ മാത്രമായി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനം ചെലുത്തി എന്ന് പറയാൻ വേണ്ടി കഴിയും. മഹാത്മാഗാന്ധിയെ ഒക്കെ സ്വാധീനിച്ച പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പുസ്തകം അൺടു ലാസ്റ്റ് എന്ന പുസ്തകം, അതൊരു ഇംഗ്ലീഷുകാരൻ എഴുതിയതാണ്. ആ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത്. അവരൊക്കെ വലിയ മനുഷ്യരാണ്, നമ്മളൊക്കെ വളരെ ചെറിയ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം സ്വാധീനം ചെലുത്തി എന്ന് പറയാൻ കഴിഞ്ഞ പക്ഷെ നിരവധി പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ
കാഴ്ചപ്പാടുകളെ, നമ്മുടെ മനോഭാവത്തെ, നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്, നമ്മുടെ ജീവിത വീക്ഷണത്തെ മാറ്റിമറിക്കുന്നതിലൊക്കെ വലിയ സ്വാധീനങ്ങൾ പല പുസ്തകങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. സമയം എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ? എത്ര മണിക്കൂറാണ് ഒരു ദിവസം? ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ അല്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും 24 മണിക്കൂറായിരുന്നു, മഹാത്മാഗാന്ധിക്കും 24 മണിക്കൂറായിരുന്നു, EMS നമ്പൂതിരിപ്പാടിനും 24 മണിക്കൂർ തന്നെയായിരുന്നു അല്ലെ? നമ്മൾക്ക് ഒരു ദിവസത്തിലാണ് 24 മണിക്കൂർ തന്നെയാണ്. സമയത്തിലായിരിക്കും ഒരു വിവേചനമൊന്നുമില്ല അല്ലെ? ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂർ തന്നെയാണ്. പക്ഷെ ഈ 24 മണിക്കൂറുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നിടത്താണ് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. പല ആളുകളെയും ഇപ്പം മഹാത്മാഗാന്ധിയുടെ 100ഓളം വാല്യങ്ങളുള്ള സമാഹരിച്ച കൃതികൾ അദ്ദേഹം 100 വാല്യങ്ങളിലധികം എഴുതിയിട്ടുണ്ട്. സമാഹരിച്ച കൃതിയിലാണ്. അപ്പോ അത് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മുടെ ശശി തരൂർ കേട്ടിട്ടുണ്ട? ശശി തരൂർ MP ആണ്. UN കേട്ടിട്ടില്ല? യുണൈറ്റഡ് നാഷണൽ ഐക്യരാഷ്ട്രസഭ കേട്ടിട്ടില്ല? ഐക്യരാഷ്ട്രസഭ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? അതിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ശശി തരൂർ. മലയാളിയാണ് അദ്ദേഹം. ഇപ്പോ ലോക്സഭ MP ആണ്. തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം ജയിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. തിരക്കടിച്ച ജീവിതത്തിന്റെ ഉടമയാണ് ശശി തരൂർ. പക്ഷെ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളൊക്കെ എങ്ങനെ സമയം വിനിയോഗിക്കുന്നു എന്നിടത്താണ് നമ്മുടെ വായനയുടെ സമയം നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇല്ലേ? നമ്മൾക്ക് മൊബൈൽ കാണാൻ ഇഷ്ടംപോലെ സമയം കിട്ടുന്നില്ലേ? കളിക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടുന്നില്ലേ? കളിക്കട്ടെ, നമ്മൾ ചെറുപ്പത്തിൽ കളിക്കണം അല്ലെ? നീന്തണ്ടേ? നീന്തൽ പഠിക്കണം, കളിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ ഇപ്പൊ നമുക്ക് തോട്ടിലോ കുളത്തിലോ പോയി നീന്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്താ കാരണം? അമീബിക് മസ്തിഷ്ക ജ്വരം മാത്രം അല്ല, നമ്മുടെ ജലമൊക്കെ അത് ഒരു കാരണമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ ജലാശയങ്ങൾ, തോടും പുഴയും ഇതൊക്കെ നമ്മൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ മലിനപ്പെടുത്തുന്നത്? ആരാണ്? മൃഗങ്ങളാ? അല്ല, എന്നാലാണ്? മനുഷ്യർ തന്നെയാണ് അത് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജലാശയങ്ങളെ, ഈ പ്രകൃതിയെ, ഈ ജൈവസമ്പത്തിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ അതിന് പങ്കുവഹിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മുടെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നിടത്താണ് നമ്മുടെ ഓരോ കാര്യത്തിനും നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾക്ക് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്. വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏത്? വായിച്ചതിൽ ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന ഒരു പുസ്തകത്തെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയിലെ തീരങ്ങളിൽ നിന്നുള്ള ഒരു നോവലുണ്ട്. അതാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത്. M. മുകുന്ദന്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം മയ്യഴിയിലാണ്, നമ്മുടെ കണ്ണൂരിന്റെ അപ്പുറത്തുള്ള മയ്യഴിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ലളിതമാണ്. നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അപ്പോൾ മറ്റു പുസ്തകങ്ങൾ, നിരവധി പുസ്തകങ്ങളുണ്ട്. പക്ഷേ കുറെ കൂടി ഒരു നോവൽ എന്നുള്ള നിലയിൽ എന്നെ ഏറെ ആകർഷിച്ചത് മയ്യഴിപ്പുഴയിലെ തീരങ്ങൾ എന്ന പുസ്തകം തന്നെ. ഉപദേശം തരാൻ ഞാൻ ആരുമല്ല, ഉപദേശിക്കാൻ നമുക്ക് കഴിയില്ല. ശ്രീബുദ്ധന്റെ അടുക്കല് ഒരു അമ്മയും ഒരു കുഞ്ഞും വന്നു. അമ്മ ശ്രീബുദ്ധനോട് പറഞ്ഞു, ഞങ്ങൾ വളരെ പ്രയാസം, അന്നത്തെ കാലം 2500-3000 വർഷമായില്ലേ ശ്രീബുദ്ധന്റെ കാലം. അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ആളുകളെ സഞ്ചരിച്ചിട്ട് കാൽനടയായിരിക്കും മിക്കവാറും. അവര് അമ്മയും മകളും
വളരെ ദൂരെ നിന്ന് വളരെ പ്രയാസപ്പെട്ട് വനാന്തരങ്ങൾ താണ്ടി ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് ശ്രീബുദ്ധന്റെ അടുക്കലെത്തി. ശ്രീബുദ്ധനോട് പറഞ്ഞു, ശ്രീബുദ്ധനെ മാത്രമല്ല ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസരെയും ചേർത്ത് ഈ കഥ പറയാറുണ്ട്. ശ്രീബുദ്ധനോട് അമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു ദുശ്ശീലമുണ്ട്. ആ ദുശ്ശീലം എന്ന് പറയുന്നത് അദ്ദേഹം അമിതമായി ശർക്കര കഴിക്കും. ശർക്കര കഴിക്കൽ മോശമൊന്നുമല്ല അല്ലെ, ശർക്കര ഈ ശർക്കര കഴിക്കൽ മോശമൊന്നുമല്ല. പക്ഷെ അമിതമാകുമ്പോൾ എന്താണ് ആവത്താണല്ലേ. അമിതമായ അമൃതും വിഷം എന്നല്ലേ അവരേക്ക് അമൃതത്തെ പറ്റി കേട്ടിട്ടില്ല. അപ്പം അമിതമായ എന്തും നമുക്ക് ആവത്താണ്. അപ്പം ശ്രീബുദ്ധൻ ഇതൊക്കെ ഈ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് അമ്മയോട് പറഞ്ഞു, ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും അവരെയും കൂട്ടി വരണമെന്ന് പറഞ്ഞു. അപ്പോ ശ്രീബുദ്ധൻ രണ്ടാഴ്ച കഴിഞ്ഞു. രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആ മകനെയും കൂട്ടി അമ്മ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസകരമായ ദുഷ്ണകരമായ ആ പാത താണ്ടി ശ്രീബുദ്ധന്റെ സന്നിധിയിൽ വന്നു. എന്നിട്ട് ആ മകനെ ശ്രീബുദ്ധൻ എടുത്തിരുത്തിയിട്ട് ആ മകനോട് പറഞ്ഞു, മകനെ, അമിതമായി എന്ത് ചെയ്യുന്നതും മോശമാണ്. ഈ ശർക്കര അമിതമായി ഭക്ഷിക്കുന്നത് ഇനി മുതൽ മകൻ നിർത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തു. അപ്പൊ അമ്മ വളരെ വ്യസനത്തോടെ ശ്രീബുദ്ധനോട് ചോദിച്ചു, മഹാപ്രഭു, അങ്ങ് എന്തിനാണ് എന്നെ വീണ്ടും കഷ്ടപ്പെടുത്തിയത്? ആ ദിവസം തന്നെ, ഞാൻ ആദ്യം വന്ന ദിവസം തന്നെ ഈ കാര്യം മകനോട് ഉപദേശിച്ചാൽ പോരായിരുന്നോ? രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇത്രയേറെ പ്രയാസപ്പെട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞു, ഞാൻ ഈ കാര്യം ഒന്നുകൂടി പറയുന്നു, ശ്രീരാമകൃഷ്ണ പരമഹംസരെ ചേർക്കും ഈ കഥ പറയാറുണ്ട്. അപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞത്, അമ്മേ, എനിക്കും ഈ ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു, ഈ ശർക്കര തിന്നുക എന്നുള്ള. ഞാൻ ഈ രണ്ടാഴ്ച കൊണ്ട് ആ ദുശ്ശീലം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഞാനൊരു ദുശ്ശീലം ചെയ്യുന്നുണ്ട് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ആ രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായും ശർക്കര അമിതമായി ഭക്ഷിക്കുന്ന ശീലം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഈ മകനെ ആരുപദേശിച്ചത്? ശ്രീബുദ്ധൻ ഉപദേശിച്ചത്. അപ്പോ നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ, നിങ്ങൾക്ക് സന്ദേശം നൽകുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണനായും ഞാൻ വിമുക്തനാവേണ്ടത് അല്ലെ, എന്നാലേ അതിന് നിങ്ങൾ ഉപദേശിക്കാൻ എനിക്ക് അറിയുള്ളൂ. എന്നിരുന്നാലും ഞാൻ പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഒഴിവ് സമയങ്ങളിലൊക്കെ ടിവിയും മൊബൈലും ഒക്കെ കണ്ട് സമയം തീർക്കുന്നതിന് പകരം നല്ല പുസ്തകങ്ങൾ, ബാലസാഹിത്യ കൃതികൾ ഒക്കെ വായിക്കാനുള്ള ഒരു ശീലം വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാവുകയും നമുക്ക് ഈ ലോകത്തെ പുതിയ ഒരു കോണിലൂടെ, പുതിയൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട പുസ്തകത്തിലെ ഒരു കഥാഭാഗം പറഞ്ഞു തരാം. ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ കഥാഭാഗം എന്ന് പറയുന്നത് വയ്യഴിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് അധീന കാലഘട്ടം, ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വയ്യഴിയിലുണ്ടായിരുന്നത്. വഴിയഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന തലശ്ശേരിക്കടുത്തുള്ള ഒരു പ്രദേശമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു എന്നതുപോലെ തന്നെ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ചില കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഗോവ, ഈ പറയുന്ന വയ്യഴി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഫ്രഞ്ച് അധിനിവേശ ശക്തികളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അപ്പൊ ആ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള സമരം ത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഈ പറയുന്ന വയ്യഴിപ്പുഴയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗ്രാമീണമായിട്ടുള്ള സാഹചര്യങ്ങൾ, അവരുടെ ജീവിത രീതികൾ, ഫ്രഞ്ചുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ഈ ഒരു നോവലിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകമായ ഒരു സന്ദർഭം എടുത്ത് സൂചിപ്പിക്കുക എന്നല്ല, അതൊരു വിശാലമായ ഒരു പിന്നെ
ഒരു വായന ഒരു ക്യാൻവാസാണത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രഞ്ച് അധീന മയ്യഴിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമാണ് ഈ ഒരു